നമുക്കിന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിച്ച് ആരംഭിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. റോമൻസ് 8:28. அன்றியும் அவருடைய தீர்மானத்தின்படி அழைக்கப்பட்டவர்களாய் தேவனிடத்தில் அன்பு கூறுகிறவர்களுக்கு சகலமும் நன்மைக்கு ஏதோ நடக்கிறது என்று അറിந்திருக்கிறோம். എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും എന്നെ മാനിക്കണം, മാന്യത അല്ലേ. നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരു കാലത്ത് ഒരു പ്രത്യേക മെസ്സേജ് നിങ്ങളോട് രാത്രി പറയാനായി. ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്ന കാലത്ത് നമ്മൾ നോക്കിയാൽ ഒരു വീട്ടിനകത്ത് തന്നെ ഒരു 10-30 പേര് താമസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അമ്മ, അപ്പൻ, വല്യപ്പൻ, വല്യമ്മ, അപ്പൻ, മക്കള്, കൊച്ചുമക്കൾ, ഇങ്ങനെ 3-4 തലമുറ ഒരുമിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരുമിച്ചുള്ള ആ ജീവിതത്തിന്റെ ഒരു സുഖം, അതൊരു വേറെയായിരുന്നു. പക്ഷെ അത് സ്ലോലി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ പഴയ ജനറേഷൻ പുതിയ ജനറേഷന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അവരുടെ പോളിസി പുതിയ ജനറേഷൻ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പം അവർ ഔട്ടായി. അവർ വീടുകളിൽ നിന്ന് വേറെ വീടുകളിലേക്ക് പോകാൻ തുടങ്ങി. ഒരുമിച്ച് താമസിക്കുന്നതിനേക്കാളും മാറി താമസിക്കുന്നതാണ് നല്ലത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീഡം എന്ന് പറയുന്ന ഒരു ചിന്ത വന്നു. പിന്നീടാണ് ആ കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി ആറ്റം ഫാമിലി സിസ്റ്റത്തിലേക്ക് വന്നത്. ഇപ്പോ അപ്പനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന കുടുംബ വ്യവസ്ഥയിലേക്ക് വന്നു. ഇപ്പോഴ് നമുക്കറിയാം, നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ആ സമയത്ത് തന്നെ അവർക്ക് ഇന്ന ആൾക്ക് ഇവിടെ സ്ഥലം, അവർക്ക് ഇവിടെ സ്ഥലം, ഇന്ന ആൾക്ക് ഇന്ന ഫ്ലാറ്റ്, വേറെ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞു. കാരണം അത്രത്തോളം ആ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ഒത്തിരി ഈ ദിവസങ്ങളിൽ വളർന്നു. അപ്പോൾ അവിടെ അറിഞ്ഞോ അറിയാതെയോ വന്നിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്, എനിക്ക് പ്രായപൂർത്തിയായി, എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന ചിന്ത. അവ നല്ലതാ, അങ്ങനെ ചിന്തിക്കുന്ന നല്ല കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു ആശയം ഉണ്ടാവണം, വ്യക്തിപരമായ ഒരു ചിന്താശേഷി ഉണ്ടാവണം. പക്ഷേ ഈ ആശയങ്ങൾ സ്വന്തമായി ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയങ്ങൾ ഉള്ളപ്പോൾ തന്നെ നിങ്ങളുടെ ആശയത്തിൽ നിലനിന്നുകൊണ്ട് ഒരു കൂട്ടായ ഒരു കോർപ്പറേറ്റ് ലൈഫ് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മച്യൂരിറ്റി നമുക്കുണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിയൽ മച്യൂർഡ് ആകും. പക്ഷെ ഈ സ്വാതന്ത്ര്യം എന്ന ചിന്ത വന്നിട്ട് ആക്ച്വലി അവർ സ്വതന്ത്രരല്ല. ചിലതിനൊക്കെ അടിമകളായിട്ടാ. എന്തിനാ അടിമ? കൂട്ടുകാർക്ക് അടിമ. ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന സിനിമ അല്ലെങ്കിൽ ചില മൂവി, ചിലവിധ കാര്യങ്ങൾക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിന് അടിമ. അതൊക്കെ കണ്ടിട്ട് അവരെ പോലെ ആകാനുള്ള ശ്രമത്തിലാണ് പലപ്പോഴും ഞാൻ ഫ്രീഡം എന്ന് പറയുന്നത്. ആക്ച്വലി ഫ്രീഡം എന്ന് പറയുമ്പോഴും ആക്ച്വലി ദേ ആർ നോട്ട് ഫ്രീ. ആക്ച്വലി നമ്മൾ എപ്പോഴും ഫ്രീ ആകുന്നത് എവിടെയാണ്? സ്വാതന്ത്ര്യം എന്നറിയാമോ? സ്വാതന്ത്ര്യം വരുന്ന ഒരു സ്ഥലം എവിടാന്ന് വെച്ചാൽ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ എവിടെയാണ് റിയൽ ഫ്രീഡം എന്നറിയാം? റിയൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യം എവിടെ അനുഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് നമുക്ക് എപ്പോഴാണോ വചനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് നിങ്ങൾ സാധിക്കുന്നത്, അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. വചനം പറയുന്നു ഹംബിൾ ആകാനായിട്ട്, അതുകൊണ്ട് എനിക്ക് ഹംബിൾ ആകാൻ പറ്റുന്നു. അവിടെയാണ് യഥാർത്ഥ ഫ്രീഡം. വചനം പറയുന്നു ഞാൻ നിശബ്ദമായിട്ടിരിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിശബ്ദമായിരിക്കുന്നു. വചനം പറയുന്നു സംസാരിക്കാൻ പറയുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അപ്പോഴേ യഥാർത്ഥത്തിൽ ഫ്രീഡം അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നത് ശരിയായ നിലയിലുള്ള ദൈവവചന വ്യവസ്ഥയ്ക്കകത്ത് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നിടത്താണ് ശരിക്കും സ്വാതന്ത്ര്യം വരുന്നത്.
അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത്, ദൈവം തന്റെ ജനത്തെ, നമുക്കറിയാം പഴയ നിയമത്തില് ദൈവം ആദ്യം വിളിച്ചു വേർതിരിച്ചു എന്ന നിലയിൽ കാണുന്നത് അബ്രഹാമിനെയാണ്. അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വലിയ ജാതിയാക്കും. ആ വാഗ്ദത്തം കൊടുത്തു. അബ്രഹാമിനെ അങ്ങനെ വിളിച്ചു. അബ്രഹാം ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വന്നവനെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇസ്ഹാക്ക്, യാക്കോബിന്റെ സമയത്തോടുകൂടെ അവർ തലമുറയായി മാറി. എന്നാൽ പിന്നത്തേതിൽ അവർ യോസഫിന്റെ കാലത്തോടുകൂടെ അവർ മിസ്രൈമിലെത്തി ഒരു ജനതയായിട്ട് അവർ മാറി. പിന്നത്തേതിൽ ജനതയായിട്ട് അവർ പുറത്തു വന്നൊരു ദേശമായിട്ട് അവർ മാറി. അപ്പോൾ അങ്ങനെ വന്ന കാലഘട്ടങ്ങളിലൊക്കെ ദൈവം അവർക്ക് കൽപ്പനകളെ കൊടുത്തു. ആ കൽപ്പനകളെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിത് അനുസരിക്കണം, അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പൊ ഇങ്ങനെ ഈ കൽപ്പനകളെ കൊടുത്ത് അനുസരിക്കാനായിട്ട് ദൈവം പറഞ്ഞെങ്കിലും പലപ്പോഴും ഇവർക്ക് അത് വേണ്ട പോലെ അനുസരിക്കാനോ അതനുസരിച്ച് കാര്യങ്ങളെ ചെയ്യാനോ അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനോ അസാധ്യമെന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടായി. അപ്പൊ അവര് പലപ്പോഴും ന്യായപ്രമാണത്തെ ലംഘിച്ചു. ന്യായപ്രമാണത്തെ ലംഘിച്ചപ്പോഴെല്ലാം അവർക്ക് എന്താ സംഭവിച്ചെന്നറിയാം. രണ്ട് നിലയിലാണ് ന്യായപ്രമാണ ലംഘനത്തെ ദൈവം കൈകാര്യം ചെയ്തത്. രണ്ട് നിലയിലെന്ന് പറഞ്ഞാൽ, ഒന്ന്, അവരെ ചില ബാധകൾ കേൾപ്പിച്ചു കൊടുക്കും, ചില രോഗം. നിങ്ങൾക്കറിയാം, അവിടെ മിസ്രൈമിൽ നിന്നുള്ള വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രാ മധ്യേ അഗ്നി സർപ്പം വന്നു, അതുപോലെ ഭൂമിയെ പിളർന്നു വിഴിഞ്ഞ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പം നമുക്ക് ദാവീദ് ജനത്തിന്റെ എണ്ണം എടുത്തപ്പോ വലിയ കൽമഴ പെയ്ത് അനേകർ മരിച്ചുപോയി എന്ന് വചനത്തിൽ കാണുന്നുണ്ട്. അപ്പോഴും ആ ശിക്ഷാവിധിയുടെ കാര്യം. രണ്ട്, അവരെ ചില ശത്രു രാജ്യങ്ങളുടെ അടിമത്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും, ശത്രു രാജ്യങ്ങളുടെ ആധിപത്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അതും രണ്ട് രീതിയിലാണ്. ഒന്ന്, ചിലപ്പോൾ ഇവരെ പ്രവാസത്തിലേക്ക് ഇവരെ പിടിച്ചുകൊണ്ടുപോയി മറ്റു രാജ്യത്ത് കൊണ്ടുപോയി അവരെ അടിമകളാക്കി വെച്ചിരുന്ന ഒരു വ്യവസ്ഥ. രണ്ട്, ഈ ദേശത്തെ തന്നെ വന്ന് അടക്കി അവരുടെ രാജ്യത്ത് തന്നെ അടിമകളായി അവർ ജീവിച്ചൊരു കാലഘട്ടം. അപ്പൊ ഇങ്ങനെ ചില പ്രതിസന്ധികൾക്ക് ദൈവം അവരെ വിട്ടുകൊടുക്കും. എന്നാൽ വിട്ടുകൊടുത്താലും ദൈവം എന്നേക്കുമായി അവരെ കൈവിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? എന്നേക്കുമായി അവരെ കൈവിടാത്തതിന് കാരണം ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി നിമിത്തം അവരെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും വീണ്ടും വീണ്ടും അവരെ റിസ്റ്റോർ ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. വീണ്ടും വീണ്ടും റെസ്റ്റോർ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്യമാണെന്ന് വായിക്കുന്നത്. അതിന് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതിനോട് ചേർന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇന്ന് രാത്രിയിൽ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ടീച്ചിങ് അല്ല, ഒരു പ്രൊഫറ്റിക്കൽ വേർഡാണ്. അതിനെ നിങ്ങൾ അങ്ങനെ തന്നെ കാണുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. വായിക്കാം. ബുക്ക് ഓഫ് സെഫന്യ ചാപ്റ്റർ 3 വേഴ്സ് 19 and 20. ബുക്ക് ഓഫ് സെഫന്യ പ്രവാചകന്റെ പുസ്തകം, അതിന്റെ 3-ാമത്തെ അധ്യായം 19-ാം വാക്യം 20-ാം വാക്യം. സെഫന്യ പ്രവാചകന്റെ പുസ്തകം, അതിന്റെ 3-ാം അധ്യായം 19-ാം വാക്യം 20-ാമത്തെ വാക്യം. இதோ அக்காலத்திலே உன்னை சிறுமைப்படுத்தின யாவரையும் தண்டிப்பேன், நொண்டியானவன் ரட்சித்து தள்ளுண்டோனே சேர்த்துக் கொள்வேன். அவர்கள் வெட்கம் அனுபவித்த சகல தேசங்களிலும் அவர்களுக்கு புகழ்ச்சியும் கீர்த்தியும் உண்டாக்க செய்வேன். அக்காலத்திலே உங்களை கூட்டிக் கொண்டு வருவேன், அக்காலத்திலே உங்களை சேர்த்துக் கொள்வேன். உங்கள் கண் காண நான் உங்கள் சிறையிருப்பை திருப்பும் போது பூமியில் உள்ள சகல ஜனங்களுக்குள்ளும் நான் உங்களை கீர்த்தியும் புகழ்ச்சியுமாக வைப்பேன் என்று கர்த்தர் சொல்கிறார். നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസിക്കുകയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ആ കാലത്തു ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്തു ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയുമാക്കി തീർക്കുമെന്നു യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ആ വാക്യം നിങ്ങളോട് പറയുമ്പോൾ ഞാനൊന്ന് വായിക്കാം. അതായത്, നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയും ആക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ വചനത്തിന്റെ ഓരോ പോയിന്റിലും ശ്രദ്ധിക്കണം. നമുക്ക് അതിലേക്ക് വരുന്നതിനും ഒരു വാക്യം കൂടെ വായിച്ചാൽ നമുക്കത് നന്നായിരിക്കും. 15-ാമത്തെ വാക്യം, വേഴ്സ് 15. கர்த்தர் உன் ஆக்கினைகளை அகற்றி உன் சத்துருக்களை விளக்கினார்.
இஸ்ரவேலின் ராஜாவாகிய கர்த்தர் உன் நடுவிலே இருக்கிறார். ഇനി നീ തീങ്കை കാണാതിരുപ്പായി. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. നീ അനർത്ഥം കാണുകയില്ല. ഇവിടെ വാക്യത്തിനകത്ത് സംശയത്തിന് കാരണമില്ലാത്ത നിലയിൽ പറയുകയാണ്, അവൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടിയിരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. അവൻ എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഇത് എന്നോടുള്ള ദൂതാണ്, എന്റെ മേലോ എന്റെ തലമുറയുടെ മേലോ എന്റെ ദൈവം വസിക്കുന്നത് കൊണ്ട് ഒരു അനർത്ഥവും ഇനി കാണുകയില്ല. ഇതുവരെയും പലതും കേട്ട് കാണും, കണ്ടു കാണും, പേടിച്ചു കാണും, നിരാശപ്പെട്ട് കാണും, തലവേദന എടുത്ത് കാണും, ഉറങ്ങാതിരുന്ന് കാണും, ആങ്സൈറ്റി പിടിച്ചു കാണും. പക്ഷെ ഐ ബിലീവ് ഒരു അനർത്ഥവും ഇനി വരികയില്ല. ഒരു അനർത്ഥവും ഇനി വരികയില്ല. ഒരനർത്ഥവും വരത്തില്ല. കാരണം എന്താണെന്നറിയാം, ഇസ്രായേലിന് ദൈവം അവരുടെ നടുവേ ഇരിക്കുന്നത് കൊണ്ട് ന്യായവിധി നീക്കിക്കളഞ്ഞു. ഇനി ന്യായവിധി അവരുടെ മേലില്ല. ന്യായവിധി അവരിൽ നിന്ന് എടുത്തു മാറ്റിയത് കൊണ്ട് ന്യായവിധി അവരുടെ ജീവിതത്തിന്റെ മേഖലയിൽ നിന്ന് എടുത്ത് തുടച്ചു മാറ്റിയത് കൊണ്ട് ഹല്ലേലൂയ ആമേൻ. ഇനി ന്യായവിധി എന്ന് പറയുന്നത് ഇല്ലാത്തത് കൊണ്ട് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട നമ്മുടെ മേൽ വരേണ്ട ന്യായവിധി മുഴുവൻ, നമ്മുടെ മേൽ വരേണ്ട ശിക്ഷകളും കുറവുകളും, നമ്മുടെ മേൽ വരേണ്ടതായ ശിക്ഷാവിധികളും അടിപ്പിടലുകളും യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടത് കൊണ്ട്, ഹല്ലേലൂയ, യേശുവിന്റെ മേൽ അത് ചുമത്തപ്പെട്ടത് കൊണ്ട് ഇനി ന്യായവിധി എന്റെ മേലില്ല, ഇനി അനർത്ഥം കാണുകയില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് ആമേൻ ഞാൻ പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ടോ, ഏതെങ്കിലും ഒരു പ്രവചനം കേട്ടിട്ടോ, ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ ആളുകൾ നിങ്ങളെ പഴിച്ചതോ കുറ്റം പറഞ്ഞതോ ശപിച്ചതോ നിമിത്തം നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ ഭയത്തോട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച് തന്നെ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ടീച്ചിങ് അല്ല, ആമേൻ, ഇറ്റ്സ് എ പ്രൊഫറ്റിക്കൽ മെസ്സേജ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ചില ബ്ലഡ് ടെസ്റ്റുകൾ എടുത്തിട്ട് പേടിയോടിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. ഡോക്ടർ ചില കാര്യം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ പേടിയുണ്ടോ? ആമേൻ. ചില കാര്യങ്ങൾ ശരീരത്തിൽ ചില സിംറ്റം ഉണ്ട്, ഇതിന് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ വേറെ വല്ല രോഗമാണെന്ന് അവർ പറയുമെന്ന് പേടിയുണ്ടോ? ഇന്ന് നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ നടുവിൽ യഹോവ വസിക്കുന്നത് കൊണ്ട് അനർത്ഥം കാണുകയില്ല. അനർത്ഥം നിങ്ങൾ കാണുകയില്ല. അനർത്ഥത്തെ നിങ്ങൾ കാണുകയില്ല. അനർത്ഥത്തെ നിങ്ങൾ കാണുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആമേൻ. എത്ര പേർക്ക് അത് ധൈര്യത്തോടെ തന്റെ ഇടത്തോടെ ഏറ്റെടുത്ത് പറയാൻ പറ്റും? ഇല്ല, അനർത്ഥം ഞാൻ കാണത്തില്ല. അനർത്ഥം ഞാൻ കാണത്തില്ല. ഇതുവരെയും എന്റെ ജീവിതത്തിനകത്ത് പല കാര്യത്തെക്കുറിച്ച് ഞാൻ ഭയപ്പെട്ടു. പക്ഷെ ഇപ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, എന്നെ ന്യായവിധി അവൻ നീക്കിക്കളഞ്ഞു. എനിക്ക് വേണ്ടി അവൻ ന്യായവിധി അനുഭവിച്ചു. എനിക്ക് വേണ്ടി അവൻ അടിക്കപ്പെട്ടു. എനിക്ക് വേണ്ടി അവൻ നുറുക്കപ്പെട്ടു. എന്റെ പാപത്തെ അവൻ ചുമന്നു. എന്റെ ശാപത്തെ അവൻ ചുമന്നു. ആമേൻ. എന്റെ ജീവിതത്തിനകത്ത്, ആമേൻ, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ തലമുറകളുടെ മേല്, എന്റെ ഭാവിയുടെ മേല്, എന്റെ ശുശ്രൂഷയുടെ മേല് ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് അല്ലെങ്കിൽ എന്നിൽ എന്തെല്ലാം കുറവുകളുണ്ടോ അതിന്റെ മുഴുവൻ ന്യായവിധി, അതിന്റെ മുഴുവൻ ശിക്ഷ യേശുവിന് മേൽ ചുമത്തപ്പെട്ടത് കൊണ്ട്, ന്യായവിധി മാറിപ്പോയത് കൊണ്ട്, രാജാവായ ദൈവം എന്റെ അകത്ത് വസിക്കുന്നുകൊണ്ട് ഇനി അനർത്ഥം കാണുകയില്ല. ഇനി അനർത്ഥം കാണുകയില്ല. ഇനി അനർത്ഥം കാണുകയില്ല. ആമേൻ. ഇനി അനർത്ഥം കാണുകയില്ല. ഇനി അനർത്ഥം കാണുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി അനർത്ഥം കാണുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത് ആമേൻ. ഇന്ന് കർത്താവ് എന്നോട് സംസാരിച്ച ആ സ്പെസിഫിക് മെസ്സേജിലേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. ആമേൻ. ക്ലേശിപ്പിക്കുന്ന, ക്ലേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഷാ പ്രയോഗമുണ്ട്, ഒരു പാട്ട് തന്നെ ഉണ്ട്, മനക്ലേശ തരംഗങ്ങൾ, അല്ലെ? മനക്ലേശം, ക്ലേശം, ക്ലേശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ക്ലേശിപ്പിക്കണമെങ്കിൽ, നമ്മളെ ഒരാൾ വാഴണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ആയുധം വേണം, ശക്തി വേണം, അധികാരം വേണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ക്ലേശിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ശത്രുവിന്റെ കയ്യിലുണ്ടായിരുന്ന സകല ആയുധത്തെയും യേശു ക്രിസ്തു കൊലോസ്യർ 2:15 പറയുന്ന പോലെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ച ആക്കി തീർത്തു. ആമേൻ.
അവയെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് ശത്രുവിന്, പിശാചിന് നിങ്ങളെ ക്ലേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. അവന് നിങ്ങളെ ക്ലേശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ക്ലേശിപ്പിച്ച സകലരോടും ഞാൻ ന്യായവിധി നടത്തുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? എന്താണ് ഇന്നത്തെ കാലത്തെ ക്ലേശം? ഇന്നത്തെ ക്ലേശം എന്താണെന്നറിയാമോ? പുറമേ നിന്ന് വരുന്ന അറ്റാക്ക് അല്ല, അകത്തുള്ള ക്ലേശം. എന്താണെന്നറിയാമോ? മനസ്സിനകത്ത് വരുന്ന ക്ലേശം, മനസ്സിനകത്ത് വരുന്ന ഭയം അവിടെ ഇരിക്കട്ടെ. പക്ഷെ അതിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തെ, പലരുടെയും ജീവിതത്തെ ആട്ടി കൺട്രോൾ ചെയ്യുന്നൊരു ശക്തി ഉണ്ട്. എന്താണെന്നറിയാമോ? കുറ്റബോധം. എന്റെ ഇന്നലകളിലെ കുറവുകൾ, എന്റെ ഇന്നലകളിൽ ഞാൻ ചെയ്ത പാപം, എന്റെ ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ വന്നതായ മിസ്റ്റേക്കുകൾ, ഞാൻ ചെയ്ത തെറ്റുകൾ, എനിക്ക് എന്റെ ജീവിതത്തിൽ അരുതാത്ത വഴി ഞാൻ പോയത്, പരിശുദ്ധാത്മാവിനെ മുറിപ്പെടുത്തിയത്, മാതാപിതാക്കളെ മുറിപ്പെടുത്തിയത്, ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നത്, ചെയ്യരുതാത്ത കാര്യത്തെ ഞാൻ ചെയ്യത്, അയ്യോ ഞാൻ എന്റെ ജീവിതത്തിൽ വഴിതെറ്റിപ്പോയി, ഞാൻ കുറവുള്ളവനാണ്. ഇപ്പോഴും നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ മൈൻഡിനകത്ത് അതിങ്ങനെ വീണ്ടും വീണ്ടും മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, നിന്നെ ക്ലേശിപ്പിച്ച വിഷയങ്ങളോട് ഞാൻ ഇടപെടാൻ പോവാ. എന്തിനാണെന്നറിയാമോ? നിന്നെ നീതീകരിച്ചത് അതിനു വേണ്ടിയിട്ടാ. നിന്റെ അകത്തൊരു നീതി ബോധം തരുന്നത് അതിനു വേണ്ടിയിട്ടാ. നിന്റെ ഒരു പ്രതിസന്ധി, നീ കണ്ട ഒരു പ്രതിസന്ധി, നിന്റെ ജീവിതത്തിൽ കൂടെ പോയ ഒരു പ്രതിസന്ധികളും, ഹല്ലേലൂയ, നിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ നിന്റെ കുറവുകൾ, ആ കുറ്റബോധം നിന്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റ്. നിന്റെ അകത്ത് നിന്നെ കൺട്രോൾ ചെയ്യുന്ന, നിന്നെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന, അയ്യോ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് എന്നോട് തന്നെ എന്താ പറയുന്നത്, ഒരു കരുണയോട് ഇടപെടാൻ കഴിയുന്നില്ല, ഞാനൊരു പരാജയമാണ്, ഞാൻ ആകെ തകർന്നവനാണ്. നിങ്ങളുടെ ഉള്ളിൽ, ആരുടെയെങ്കിലും ഉള്ളിൽ ഇന്ന് ആളുകളെ ക്ലേശം അകത്തുണ്ടെങ്കിൽ കർത്താവ് പറയാ, ക്ലേശത്തോട് കർത്താവ് ഇടപെടാൻ പോവാ. നിങ്ങളുടെ ഉള്ളിലെ ക്ലേശങ്ങളോട് കർത്താവ് ഇടപെടാൻ പോവാ. അതെങ്ങനെ ഇടപെടുന്നറിയാമോ? ഹല്ലേലൂയ. ഫിലിപ്പ് ലേഖനത്തിൽ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാറ്റിനെ കുറിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനയോട്, സ്തോത്രത്തോടെ, നന്ദിയോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അവിടെ പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. അതായത് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളെ ക്ലേശിപ്പിച്ച സകല മേഖലകൾ, നിങ്ങളുടെ അകത്തുനിന്ന് ആ കുറ്റബോധം മാറിപ്പോകട്ടെ. നിങ്ങളുടെ അകത്തുനിന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തോന്നുന്ന ഒരു തെറ്റായ ചിന്താഗതിയില്, ഞാൻ കൊള്ളത്തില്ല, ഞാൻ യോഗ്യനല്ല, ഞാൻ ബലഹീനനാണ്, ഞാൻ അഴുക്കാണ്, എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മുമ്പ് എനിക്ക് കാര്യങ്ങൾ നല്ലപോലെ ചെയ്യാൻ സാധിക്കുമായിരുന്നു, എനിക്ക് ഇന്ന് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ പണ്ട് നല്ല തന്റെ ഇടമുള്ള വ്യക്തിയായിരുന്നു, ഇന്ന് എനിക്ക് അത്രയും തന്റെ ഇടമില്ല, പണ്ട് എനിക്ക് നല്ല കഴിവായിരുന്നു, ഇപ്പൊ എനിക്ക് കഴിവില്ല, പണ്ട് എനിക്ക് നല്ലപോലെ പാടാൻ സാധിക്കുമായിരുന്നു, ഇപ്പൊ എനിക്ക് പാടാൻ കഴിയുന്നില്ല, പണ്ട് എനിക്ക് നല്ലപോലെ പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു, ഇപ്പൊ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ല, മുമ്പ് എനിക്ക് നല്ല ഓർമ്മശക്തിയായിരുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മശക്തി ഇല്ല, മുമ്പ് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, ഇപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, പണ്ട് ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു, ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, മുമ്പ് ഞാൻ നല്ലപോലെ ബൈബിൾ വായിക്കുമായിരുന്നു, ഇപ്പൊ എനിക്ക് ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്ത്, ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചുറ്റുപാട് നിൽക്കുന്ന ഒരു വ്യക്തിക്കും നിങ്ങളെ നശിപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങളെ ഒരാൾ കുറ്റം പറഞ്ഞെന്നിരിക്കട്ടെ, നിങ്ങളെ ഒരാൾ ശപിച്ചെന്നിരിക്കട്ടെ, ഹല്ലേലൂയ, നിങ്ങളെ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്തെന്നിരിക്കട്ടെ, നിങ്ങളെ ഒരാൾ ഇഗ്നോർ ചെയ്തെന്നിരിക്കട്ടെ, നിങ്ങളെ ഒരാൾ മാനിക്കാതെ വിട്ടെന്നിരിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, നിങ്ങളെ ഒരാൾ മാനിക്കാതിരിക്കുന്നത് കൊണ്ടോ, നിങ്ങളെ ഒരാൾ ഓണർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ, നിങ്ങളെ ഒരാൾ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടോ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതെന്നറിയാമോ? അവരുടെ വാക്കിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിങ്ങളെ സ്വാധീനിക്കുന്നത്. ഒരാൾ നിങ്ങളെ ശപിച്ചു, നിങ്ങൾ പറയുക, എന്റെ കർത്താവ് എന്റെ മേലുള്ളത് കൊണ്ട് ശാപം എന്റെ മേൽ ഏൽക്കത്തില്ല എന്ന് നിങ്ങളുടെ മനോഭാവമാണ് ആ ശാപത്തെ നിങ്ങളിലേക്ക് തിരിച്ചുവിടുന്നത്. ഹല്ലേലൂയ. ഒരാൾ നിങ്ങളെ കുറ്റം പറയുക, അയാൾ എന്ത് കുറ്റം പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാം ക്രിസ്തുവിനെ നീതീകരിച്ചെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ മനോഭാവമാണ് ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലല്ല, മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് അല്ല, മറ്റുള്ളവർ നിങ്ങളെ ഒതുക്കി നിർത്തുന്നതല്ല, മറ്റുള്ളവർ നിങ്ങളെ തള്ളിക്കളയുന്നതല്ല, മറ്റുള്ളവർ നിങ്ങളെ ശപിക്കുന്നതല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, ഞാൻ പറയട്ടെ, അതിനകത്ത് നിങ്ങൾ വ്യക്തിപരമായ ഒരു ചുവടുകൾ വെക്കുക, ക്രിസ്തുവിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, നിങ്ങളോട് തന്നെ ബോധ്യത്തോടുകൂടെ പറയുക, ഞാൻ
ക്രിസ്തുവിലാകിയാൽ ഒരു ശാപം, ഒരു തിന്മ, ഒരു ദോഷവും എന്റെ മേൽ ഏൽക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ലേശിപ്പിച്ചവരോട് ഇടപെടുന്നവനായ ദൈവം നിങ്ങളുടെ അകത്ത്, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ അകത്തൊരു മനോഭാവം, പക്വതയോടെ കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നില്ലേ? ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കും. ഇന്നലെ കഴിഞ്ഞ ദിവസം ചില ഈ 2 ദിവസങ്ങളിൽ ചില വിഷയങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഹല്ലേലൂയ, ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, അതൊരു അല്പം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മാനസികമായിട്ട് ചില പ്രഷർ കൊണ്ടുവരാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതാ. പക്ഷെ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ആ കാര്യത്തെ കണ്ടപ്പോ, ആമേൻ, ഞങ്ങൾ ഇന്നലെ പറയുകയായിരുന്നു, അത് ഹല്ലേലൂയ വളരെ സിമ്പിൾ ആയിട്ട്, വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ബെസ്റ്റ് ആയിട്ട് അതിന് നിവർത്തി കർത്താവ് കൊണ്ടുവന്നു. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, നിങ്ങളെ ആളുകൾ എങ്ങനെ കാണുന്നോ, നിങ്ങളെ കുറിച്ച് ആളുകൾ എങ്ങനെ സംസാരിക്കുന്നോ, നിങ്ങൾ എന്തായിരുന്നോ അതല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ അനുഗ്രഹത്തിന്റെ അല്ലെങ്കിൽ നാളെയുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. നിങ്ങളെ എങ്ങനെ കാണുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. ക്ലേശിപ്പിച്ചവരോട് ഇടപെടുന്ന ദൈവം. അപ്പൊ ക്ലേശിപ്പിച്ചു. അടുത്തു പറയാണ്, മുടന്തി നടക്കുന്നതിന്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും. എന്താണ് മുടന്തി നടക്കുക എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥലത്ത് ഒരാൾ ഇരുന്നു പോയി, കിടപ്പിലായി പോയി, പാരലൈസ്ഡ് ആയി പോയി എന്ന് പറഞ്ഞാൽ തീർന്നു. അയാൾക്ക് ഇനി മുമ്പോട്ട് യാത്രയില്ലാത്തൊരു സാഹചര്യമായിട്ട് ചിന്തിച്ചേക്കാം. എന്നാൽ ഇവിടെ പറയുന്ന അങ്ങനല്ല, നടക്കുന്നുണ്ട്, പക്ഷെ മുടന്തിയാ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഇൻട്രസ്റ്റിലല്ല ജോലി ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആരാധിക്കുന്നുണ്ട്, പക്ഷെ വിട്ടുകൊടുത്തൊന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല. പഠിക്കുന്നുണ്ട്, പക്ഷെ സമർപ്പണത്തോടൊന്ന് പഠിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, എന്തൊക്കെയോ ചില കാര്യം നടക്കുന്നുണ്ട്, പക്ഷെ എന്താ കാര്യം എന്നറിയാമോ? നിന്റെ അകത്ത് വന്നിരിക്കുന്ന ക്ലേശമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്, ഞാനൊരു മോശക്കാരനാണ്, ഞാനൊരു ദോഷമാണ്, ഞാനൊരു അനുഗ്രഹമില്ലാത്തവനാ, ഞാൻ ചെയ്യുന്ന എല്ലാം തോൽവിയാ, ഞാൻ തൊടുന്ന എല്ലാ കാര്യവും തകരുകയാണല്ലോ, ഞാൻ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാണല്ലോ, ഞാൻ തൊടുന്ന എല്ലാ കാര്യങ്ങളും ശാപമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്തിനെ പ്രയാസം വരുമെന്നറിയാമോ? നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കുറവ്. നിങ്ങളുടെ നടപ്പുണ്ട്, പക്ഷെ മുടന്തി നടക്കാൻ തുടങ്ങും. ഞാൻ ചെയ്യുന്നത് ശരിയാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ, ഞാൻ പറയുന്നത് ശരിയാകും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാതിരുന്നാൽ മതിയല്ലോ, ഞാൻ പ്രാർത്ഥിച്ച ശരിയാവുന്നില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നിങ്ങളുടെ അകത്ത് ക്ലേശം വന്നു കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പല കാര്യത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ അകത്ത് കുറ്റബോധം വരുമ്പോൾ നിങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് തുടങ്ങും. നിങ്ങളെ സെൽഫ് കണ്ടംനേഷൻ ആണ് നിങ്ങളെ എല്ലാവരിൽ നിന്നും മാറ്റി നിർത്തുന്നത്. സെൽഫ് കണ്ടംനേഷൻ ആണ് നിങ്ങളെ അബദ്ധത്തിലേക്ക് വീഴിക്കുന്നത്. സെൽഫ് കണ്ടംനേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഫലമില്ലാത്ത നിലയിലേക്ക് ആക്കി തീർക്കുന്നത്. നിങ്ങളെ കുറ്റം വിധിക്കാതെ ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, നിന്നെ ക്ലേശിപ്പിച്ചവരോട് ഞാൻ ഇടപെട്ടിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യും, നിന്റെ മുടന്തിനെ ഞാൻ മാറ്റാൻ പോവാ. ഇതുവരെ നിന്റെ ഹല്ലേലൂയ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, മുടന്തി നടക്കുന്ന ചിലതിന്റെ വേഗത കർത്താവ് കൂട്ടുക. ആമേൻ. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആരാധിക്കുന്നുണ്ട്, പക്ഷെ നല്ലപോലെ ആരാധിക്കാൻ പറ്റുന്നില്ല. ബൈബിൾ വായിക്കുന്നുണ്ട്, വേണ്ട പോലെ ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, ഏതൊക്കെ മേഖലയിലാണോ? ആമേൻ. ഹല്ലേലൂയ, ചിലരെ വിചാരിച്ചേക്കാം, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ നല്ലപോലെ പൂർണ്ണമായ ഒരു ഗാഢനിദ്ര എനിക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് എന്റെ ശരീരത്തിന് വേണ്ട പോലെ റെസ്റ്റ് കിട്ടുന്നില്ല. എനിക്ക് നല്ലപോലെ ആത്മീകമായി ഭൗതികമായി പല മേഖലകളിലും നന്നായിട്ട് കാര്യങ്ങളെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ വരുന്ന കുറ്റബോധം, എന്റെ അകത്ത് വരുന്ന മാനസിക സംഘർഷങ്ങൾ, ഞാൻ എന്നെ തന്നെ കുറ്റം വിധിച്ചിട്ട്, ഞാൻ എന്നെ തന്നെ മോശമായിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക. അങ്ങനെയുള്ള ചിലരോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ മുടന്തിനെ ഞാൻ മാറ്റുന്ന ഒരു രാത്രിയായിട്ട്, നിന്റെ മുടന്തിനെ എന്റെ ദൈവം മാറ്റുന്ന ഒരു രാത്രിയായിട്ട്, നിന്റെ മുന്നോട്ടുള്ള യാത്രയുടെ വേഗത കുറഞ്ഞു പോയ സ്ഥലത്ത്, നിന്റെ ആത്മീയ ജീവിതത്തിൽ എവിടെങ്കിലും നീ വിഡ്രോ ചെയ്തിട്ടുണ്ടോ? നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയില്, നിന്റെ പ്രാർത്ഥനയില്, നിന്റെ സ്നേഹബന്ധത്തില്, നന്മ ചെയ്യുന്നതില് എവിടെയെങ്കിലും നിനക്ക് മടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, ക്ലേശിപ്പിച്ചതിനെ ഹല്ലേലൂയ അതിന്റെ മേലൊരു ഇടപെടലുണ്ടായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാമോ? മുടന്തിനെ മാറ്റാൻ പോവാ, വേഗത കൂട്ടാൻ പോവാ. വേഗത എത്ര പേര് രാത്രി ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ, വേഗത കൂട്ടാൻ, മുടന്ത് മാറാൻ പോവാ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ
അടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്, അല്ലെങ്കിൽ ചിതറിപ്പോയതിനെ ഞാൻ കൂട്ടിച്ചേർക്കും. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കും. ഈ വാക്യത്തിൽ നിന്നാണ് ഈ മെസ്സേജ് വരുന്നത്. ക്ലേശം, നിങ്ങളുടെ അകത്ത് വന്ന കുറ്റബോധം, നിങ്ങളുടെ അകത്ത് വന്ന കണ്ടംനേഷൻ, നിങ്ങളുടെ അകത്ത് വന്ന അയ്യോ ഞാൻ തെറ്റിപ്പോയി, അയ്യോ എന്റെ ശരീരത്തിന് ബലം കുറഞ്ഞുപോയി, എനിക്ക് എവിടേക്കോ ചില വേദന തോന്നുന്നുണ്ട്, മറ്റേ രോഗമാണോ, ഈ വലിയ രോഗമാണോ, ആ രോഗമാണോ, ഉള്ളിൽ ഭയം വന്നിട്ട് നിന്നെ വേഗത കുറഞ്ഞത് മാത്രമല്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഈ സെൽഫ് കണ്ടംനേഷൻ നമുക്കൊരു കുഴപ്പം കൊണ്ടുവരും. സെൽഫ് കണ്ടംനേഷൻ, വ്യക്തിപരമായി നിങ്ങൾ കുറ്റം വിധിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എല്ലാവരെയും വിട്ട് മാറിയിരിക്കാൻ തുടങ്ങും. നിങ്ങൾ ആരുമായിട്ടും സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ഒരു കാര്യം ചെയ്യാനായിട്ട് താല്പര്യമില്ല, നിങ്ങൾക്കൊന്നും മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല, എന്തെങ്കിലും കാര്യങ്ങൾ ലീഡ് ചെയ്ത് ചെയ്യാനായിട്ട് താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ റിസർവ്ഡ് ആക്കിക്കളയും, നിങ്ങൾ നിങ്ങളെ തന്നെ ഒതുക്കിക്കളയും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ, ചിലതെല്ലാം ചിതറിപ്പോകും. എന്താ, ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളോട് നിങ്ങൾ പെട്ടെന്ന് സംസാരം നിർത്തുമ്പോൾ ആ ബന്ധം വിച്ഛേദിക്കപ്പെടും പതുക്കെ പതുക്കെ. നിങ്ങൾ ഇന്നലെ വരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ ശമ്പളം നഷ്ടപ്പെടും. ഇന്നലെ വരെ നല്ല ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് ആ ബിസിനസ്സിനകത്ത് നിങ്ങൾ മുടന്തു വരുമ്പോൾ എന്ത് സംഭവിക്കും, ചിലതെല്ലാം ചതറിപ്പോകും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി എന്റെ കർത്താവ് പറയുക, നിന്റെ ക്ലേശ നിമിത്തം ചതറിപ്പോയ ചിലതിനെ ഞാൻ മടക്കി കൊണ്ടുവരിക ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ. എത്ര പേര് വിശ്വസിക്കുന്നു? ദാവീദിന്റെ ജീവിതത്തിനകത്ത് അവന് ചിലതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ കർത്താവ് ചെയ്തൊരു കാര്യം വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഡേവിഡ് റിക്കവേർഡ് ഓൾ. ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, ചിതറിപ്പോയ ചിലത്, നിന്റെ സാമ്പത്തികമായ ചില നന്മകൾ നീ ചേർത്ത് വെച്ചത് ചിതറിപ്പോയോ? ഹല്ലേലൂയ. നിന്റെ ബന്ധങ്ങൾ ചിതറിപ്പോയോ? നിനക്കുണ്ടായിരുന്ന വസ്തുവകകൾ ചിതറിപ്പോയോ? യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, നിന്നിൽ ഉണ്ടായിരുന്ന ചില നല്ല ക്വാളിറ്റീസ്, ക്ഷമിക്കുന്ന സ്വഭാവം, താഴ്മയുള്ള സ്വഭാവം, പ്രാർത്ഥിക്കുന്ന സ്വഭാവം, ബൈബിൾ വായിക്കുന്ന സ്വഭാവം, ചിലരുടെ ഇടപെടൽ കൊണ്ട്, ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, ജീവിതത്തിൽ ഉണ്ടായ ചില മുറിവേറ്റ അനുഭവങ്ങൾ കൊണ്ട്, ചില വ്യക്തികൾ നിന്നെ ചീറ്റ് ചെയ്തത് കൊണ്ട്, ചില വ്യക്തികൾ നിന്നെ മുതലെടുത്തു എന്നതിന്റെ മുതലെടുത്തത് കൊണ്ട്, ചില കാര്യങ്ങളൊക്കെ അവർ നിന്റെ മേലിട്ട ചില കാര്യങ്ങൾ കൊണ്ട് നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് ചില കാര്യങ്ങൾ ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം പറയുകയാണ്, നോ, ഹല്ലേലൂയ, ആ ചിതറിപ്പോയതിന് ഞാൻ ശേഖരിച്ചു കൊണ്ടുവരാൻ പോവാ. യേശുവിന്റെ നാമത്തില് ചിതറിപ്പോയതിനെ, നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ, നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിന്റെ കഴിവുകള്, നിന്റെ ശരീരത്തിന്റെ ബലം, നിന്റെ ആത്മീക ജീവിതം, ആത്മഭാരം, ശുശ്രൂഷയിലെ ഭാരം, കർത്താവിന് നിൽക്കാനുണ്ടായിരുന്ന കൊതി, സുവിശേഷം പറയാനുണ്ടായിരുന്ന ദാഹം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുണ്ടായിരുന്ന പ്രാർത്ഥനയുടെ ആത്മാവ്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന രീതി, സുവിശേഷം പറയുന്ന രീതി, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന രീതി, എന്തെങ്കിലും നിന്റെ സെൽഫ് കണ്ടംനേഷൻ കൊണ്ട്, വ്യക്തിപരമായ നിന്റെ ക്ലേശം, സെൽഫ് കണ്ടംനേഷൻ കൊണ്ട് ഹല്ലേലൂയ നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് ഇതിനകത്തിരിക്കുന്ന സകലരോടും ഓരോരുത്തരും വ്യക്തിപരമായി പേരെടുത്ത് ഇന്ന് രാത്രി പറയുകയാണ്, ഹല്ലേലൂയ, ചിതറിപ്പോയ ചിലതിനെ ഞാൻ ശേഖരിക്കുക. ഹല്ലേലൂയ. നീ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത പോലെ ഒരു റിസ്റ്റോറേഷന്റെ മഴ പെയ്യാൻ പോവാ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, മഴ നിന്നു പോയിരുന്ന സാഹചര്യത്തിൽ നിന്ന്, ഹല്ലേലൂയ, ഏലിയാവിന്റെ കാലത്ത് മഴ പെയ്തിരുന്ന, മഴ നിന്നുപോയ സാഹചര്യത്തിൽ നിന്ന് 3.5 വർഷത്തിന് ശേഷം ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആഹാബിനെ പോലും തടയുന്ന ഒരു മഴ പെയ്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നാളുകളായി മഴ പെയ്യാതിരിക്കുന്ന, അനുഗ്രഹം അനുഭവിക്കാൻ കഴിയാതെ, ഒരു സ്വസ്ഥതയില്ലാതെ, ഒരു നല്ല വാർത്ത കേൾക്കാതെ, ചെയ്ത കാര്യമെല്ലാം പരാജയപ്പെട്ട് തകർന്നു പോയിരിക്കുന്ന അവസ്ഥയാണോ? ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം നിങ്ങളോട് പറയുകയാണ്, നോ, ഹല്ലേലൂയ, ചിതറിപ്പോയതിനെ ഞാൻ വീണ്ടും ശേഖരിക്കുകയാണ്. ചിതറിപ്പോയതിനെ വീണ്ടും വീണ്ടും ശേഖരിക്കുക. ചിതറിപ്പോയി കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ വീണുപോയത്, ഉടഞ്ഞുപോയത്, അത് ചിലപ്പോൾ നിന്റെ ജീവിതത്തിന് സമാധാനമായിരിക്കാം, ഒരു ജീവിതത്തിലെ ആരോഗ്യമായിരിക്കാം, ജീവിതത്തിലെ സ്വസ്ഥതയായിരിക്കാം, കുടുംബ ജീവിതത്തിലെ സന്തോഷമായിരിക്കാം, തലമുറകളുടെ നന്മയായിരിക്കാം, തലമുറകളുടെ വിദ്യാഭ്യാസമായിരിക്കാം, നിന്റെ ആരോഗ്യമായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ. ദീസ് ഡേയ്സ് ഡേയ്സ് ഓഫ് റിസ്റ്റോറേഷൻ, വീണ്ടും അതിനെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു സീസൺ ആയിട്ട് കർത്താവ് മാറ്റുക. യെസ് God, hallelujah, hallelujah.
ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ബന്ധങ്ങൾ, അതായത് ബിസിനസ്സിലൊക്കെ ചില പാർട്ട്നേഴ്സ് നഷ്ടപ്പെട്ടു പോയോ, ബിസിനസ്സിനകത്ത് ചില നല്ല കോണ്ടാക്റ്റുകൾ ഉണ്ടായി നഷ്ടപ്പെട്ടു പോയോ, ആമേൻ, ആത്മീകമായ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയോ, നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയോ, ഇന്ന് രാത്രി കർത്താവ് പറയുക, ഞാൻ ചിതറിപ്പോയതിനെ വീണ്ടും ചേർത്തിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? ആ വാക്യമാണ് ഇന്ന് രാത്രി കർത്താവ് ആമേൻ വളരെ ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതിങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. സർവ്വഭൂമിയിലും ആമേൻ ഹല്ലേലൂയ ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി വെക്കാൻ പോവാ. സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ, സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ. ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവിന് നിങ്ങളോട് പറയാനുള്ള സന്ദേശത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രധാന ഭാഗം ഇതാണ്. നീ ഹല്ലേലൂയ സർവ്വഭൂമിയിലും ഹല്ലേലൂയ എവിടെയൊക്കെ നീ നിന്ന ചുമന്നോ, എവിടെയെല്ലാം നീ നിന്ന ചുമന്നോ, ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് പറയുക, നീ എവിടെയൊക്കെ ലജ്ജിക്കപ്പെട്ടോ, എവിടെയൊക്കെ നീ ക്ലേശിക്കപ്പെട്ടോ, ഹല്ലേലൂയ, ഇന്ന് രാത്രി കർത്താവ് പറയുക, നിന്നെ മാനിക്കുന്ന ഒരു സീസൺ വരാൻ പോവാ. ആമേൻ. സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ട് നിന്റെ ദേശക്കാർ മുഴുവൻ പറഞ്ഞതാണ് നീ കൊള്ളത്തില്ല, ദേശക്കാർ മുഴുവൻ ഇയാളെ ശുശ്രൂഷിക്കാൻ കൊള്ളത്തില്ല, ഇയാളെ ജീവിക്കാൻ കൊള്ളത്തില്ല, ഇയാളെ കൂട്ടുകൂടാൻ കൊള്ളത്തില്ല, ആള് ശരിയല്ല, ഇയാൾ ആത്മീകനല്ല, ഈ വ്യക്തി കൊള്ളത്തില്ലാത്ത ആളാ, ആ മോശക്കാരെന്ന് നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ വിധിച്ച് തള്ളി നിന്നെ ഒതുക്കി. ആമേൻ. ഒരുപക്ഷെ അത് നിന്റെ ബലഹീനത കൊണ്ട് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നിന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഹല്ലേലൂയ നിന്റെ സാഹചര്യത്തിൽ വന്ന അബദ്ധം കൊണ്ടായിരിക്കാം. എന്ത് കാരണം കൊണ്ട് നിനക്ക് ലോകത്തിൽ ലജ്ജയും ആമേൻ നിന്ദയും നിന്റെ ജീവിതത്തിൽ വന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടതിനെ ഞാൻ പ്രശംസയും കീർത്തിയുമാക്കാൻ പോവാ. പ്രശംസയും കീർത്തിയുമാക്കാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേര് ഹല്ലേലൂയ ഈ വചനത്തോട് ഹല്ലേലൂയ ചേർന്ന് നിൽക്കാൻ തയ്യാറുണ്ട്? ഇന്ന് രാത്രി കർത്താവ് പറയാം, നിന്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ദൈവ പ്രവർത്തികളെ നീ മാനിക്കപ്പെടുന്ന ഒരു സീസൺ, പുകഴ്ചയും കീർത്തിയുമാക്കുന്ന സീസൺ. അതിന് കാരണം എന്താണെന്നറിയാമോ? അതാണ് 15-ാമത്തെ വാക്ക് എഴുതിയിരിക്കുന്നത്, യഹോവ നിന്റെ നടുവിലുള്ളത് കൊണ്ട്. യഹോവ നിന്റെ നടുവിലുള്ളത് കൊണ്ട്, യഹോവ നിന്റെ നടുവിൽ. യെസ്, ഹല്ലേലൂയ. God is in you. You are temple of God. Christ is in you. I am in Christ. So, hallelujah. സർവ്വഭൂമിയിൽ ലജ്ജ നേരിട്ടതിനെ ആമേൻ നീ ലജ്ജിക്കപ്പെട്ട് നാട്ടുകാരുടെ മുമ്പിൽ കുഞ്ഞുങ്ങളെ നിമിത്തം നീ നാണം കെട്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ തോറ്റത്, അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ബലഹീനത വന്നത്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വന്ന കുറവുകള്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വന്ന ബലഹീനതകള്, നിന്റെ കുടുംബ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങള്, നിന്റെ ബിസിനസ്സിൽ വന്ന പ്രശ്നങ്ങള്, നീ അബദ്ധങ്ങള്, ഇത് കാരണം നീ ലജ്ജ സഹിച്ച് ആരെയും കാണാൻ, ആരെയും ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാതെ, ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാതെ നീ തന്നെ മാറി ഒതുങ്ങി എല്ലാ മേഖലകളിലും ഒറ്റപ്പെട്ട നിലയിൽ ജീവിത നാളുകളെ കഴിച്ചുകൂടി ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം നിങ്ങളോട് പറയുന്നു, സർവ്വഭൂമിയിലെ ലജ്ജയും നിന്ദയും നേരിട്ട് നിന്നെ കീർത്തിയും പുകഴ്ചയുമാക്കി വെക്കുന്ന അതേ ലോകം നീ നിമിത്തം നിന്റെ ദേശം അറിയപ്പെടുന്ന പോലെ, നീ നിമിത്തം നിന്റെ കുടുംബം അറിയപ്പെടുന്ന പോലെ, നീ നിമിത്തം ആമേൻ ദൈവസഭ അറിയപ്പെടുന്ന പോലെ, നീ നിമിത്തം ക്രിസ്തു ലോകത്ത് വെളിപ്പെടുന്ന പോലെ. യെസ്, ഹല്ലേലൂയ. ആ നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തികളെ കർത്താവ് ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ പോകും. ഹല്ലേലൂയ. അവൻ ഞാനൊരു വാക്യം കൂടെ വായിക്കാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അതിന് അവൻ ഹല്ലേലൂയ അവൻ അരുളി ചെയ്തെന്നാൽ, ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളെ നിന്റെ സർവ്വജനത്തിനും മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവസിച്ചു പോരുന്ന ആമേൻ ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഭയങ്കരമായുള്ളത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഏറ്റവും വലുത് ഭയാനം എന്ന് വെച്ചാൽ നാട്ടുകാരെ കണ്ട് ഭയപ്പെടുന്ന പോലെ. ഈ ഒരു വാക്യം പുറപ്പാട് 34-10 വലിയ കാര്യം. നീ സഹവസിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന ദേശത്തുള്ളവർ കണ്ടത്ഭുതപ്പെടുന്ന പോലെ, അവൻ കണ്ടത്ഭുതപ്പെടുന്ന പോലെ നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞവര്, നിന്നെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞവര്, നിന്നെ ലജ്ജ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവര്, ആമേൻ ഒരു വിധത്തിലും ഗുണപ്പെടത്തില്ല, പ്രയോജനപ്പെടത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞവര്, അവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവം യേശുവിന്റെ നാമത്തില് സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടതിനെ, സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടതിനെ, നേരിട്ടതിനെ, ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിന്നെ പ്രശംസയും കീർത്തിയുമാക്കുന്ന ദൈവം,
പ്രശംസയും കീർത്തിയുമാക്കുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേര് ആമേൻ ഇത് എന്നോടാണ് എന്ന് വ്യക്തിപരമായി ചിന്തിക്കുന്നു? നിങ്ങൾ നല്ലപോലെ കർത്താവിനെ ആരാധിച്ചാട്ട് ആമേൻ ഹല്ലേലൂയ. നിങ്ങളുടെ ചുറ്റുപാടുകളെ നോക്കണ്ട, നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിന്റെ ലിമിറ്റേഷൻ നിങ്ങൾ നോക്കണ്ട. ഒന്ന് നല്ലപോലെ കർത്താവിന് മഹത്വം കൊടുത്ത് ഇന്ന് രാത്രി എന്റെ കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ മുടന്തു മാറുന്ന സീസണാ. നടക്കുന്നുണ്ട് പക്ഷെ വേഗതയില്ല, നടക്കുന്നുണ്ട് പക്ഷെ വേണ്ട പോലെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലതെല്ലാം ചെതറിപ്പോയി. ബിസിനസ് വേണ്ട പോലെ ചെയ്യാൻ പറ്റിയില്ല. ആമേൻ. കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തില്, ആത്മീക ജീവിതത്തില്, ശുശ്രൂഷയില്, കുടുംബ ജീവിതത്തില്, ജോലിയില് ആമേൻ എവിടേക്കോ ചില വിള്ളലുകൾ വന്നിട്ട് മുടന്തു വന്നിട്ട് ചിലതെല്ലാം ചിതറിപ്പോയി. ഇന്ന് കർത്താവ് പറയാ, ഞാൻ ചിതറിപ്പോയതിനെ ശേഖരിച്ചു കൊണ്ടുവരിക. ആമേൻ. സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടതിനെ, സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടതിനെ, നിന്ന നേരിട്ടതിനെ ഞാൻ കീർത്തിയും പുകഴ്ചയുമാക്കാൻ പോവാ. ആമേൻ. ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചോ? ആമേൻ. ബെസ്റ്റ് ചില ആമേൻ രാജ്യങ്ങൾ നിന്നെ ഓണർ ചെയ്യുന്ന പോലെ, രാജ്യങ്ങൾ നിന്നെ ഓണർ ചെയ്യുന്ന പോലെ, രാജ്യങ്ങൾ നിന്നെ വിളിച്ച് ഓണർ ചെയ്യുന്ന പോലെ, വലിയ വലിയ ബഹുമതികൾ നിനക്ക് ലഭിക്കുന്ന പോലെ, രാജ്യത്തിന്റെ നിലയിലുള്ള നാഷണൽ ലെവല്, ഇന്റർനാഷണൽ ലെവലില് ചില അവാർഡുകൾ, ചില പ്രത്യേക പൊസിഷനുകൾ തരുന്ന പോലെ, അതുപോലെ ദൈവം നിന്നെ മാനിക്കുന്ന ഒരു സീസൺ. സർവഭൂമിയിലും ലജ്ജയും നിന്ദയുമായി തീർന്നതിനെ കീർത്തിയും പുകഴ്ചയുമാക്കി വെക്കുന്നവൻ. ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ബിസിനസ്സിന്, നിങ്ങളുടെ ശുശ്രൂഷയില് അവൻ ഇതുവരെ നീ ഒരു അച്ചീവ്മെന്റ് നിനക്കുണ്ടായിട്ടില്ലെങ്കിൽ, this is a time to hallelujah step into your promise. ഇത് നിന്റെ വാഗ്ദത്തത്തിലേക്ക് കാലുകൾ എടുത്തു വെക്കുന്ന ഒരു സീസണാ. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സർവശക്തനായ കർത്താവേ, ഞങ്ങളിൽ വാഴുന്ന, ഞങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ ജീവദായകനെ, ജീവന്റെ ഉറവിടമായവനെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന കർത്താവെ, അപ്പാ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാ പരിശുദ്ധാത്മാവിന്റെ ആ റിയൽ ടേസ്റ്റിന് വിരോധമായി നിൽക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റി ഈ ദിവസങ്ങൾ അത്ഭുതത്തിന്റെ സീസണായിട്ട് കർത്താവ് മാറ്റിയിരിക്കുന്നതിനായിട്ട് നന്ദി കർത്താവെ. എല്ലാ നിന്ദകളും ലജ്ജയും മാറ്റി ഞങ്ങളെ അസാധാരണമായ നിലയിൽ മാനിച്ചതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. ആരൊക്കെ ഉള്ളിൽ ഭയത്തോടിരിക്കുന്നു, ഭയങ്ങൾ മാറട്ടെ, ധൈര്യം വെളിപ്പെട്ടു വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.